നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. VC നിയമനങ്ങളിൽ ഗവർണർക്ക് മുഖ്യമന്ത്രി വഴങ്ങുന്നതും ഗവർണർ നൽകിയ വ്യക്തിയെ മുഖ്യമന്ത്രി സമ്മതിക്കുന്നു, അനുവാദം നൽകുന്നു, ആ വ്യക്തിയെ അധികാരത്തിലേറ്റുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇതിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത വിമർശനം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് വിമർശനം ഉന്നയിക്കപ്പെട്ടത്. ഞായറാഴ്ചയായിരുന്നു മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി ഒരു ധാരണയിലെത്തിയത്. പിറ്റേന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം അറിയിച്ചു. അപ്പോഴാണ് എതിർപ്പ് ഉയർന്നത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വൈകിയെത്തിയ മുഖ്യമന്ത്രി ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് നീക്കം ഏതാനും വാക്കുകളിൽ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന ചോദ്യമാണ് പലരും മുന്നോട്ട് വെച്ചത്. PM ശ്രീ പദ്ധതിയിൽ ഉണ്ടായതിന് സമാനമായ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് സംസാരിച്ചവർ പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കെ ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നത് പാർട്ടി ഇതുവരെ എടുത്തുപോകുന്ന നിലപാടുകൾക്ക് ചേരുന്നതാകില്ല എന്നും ചില അഭിപ്രായങ്ങൾ ഉയരുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിലാണ് SFI അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർത്തിയത്. അതേ വിഷയത്തിൽ മുഖ്യമന്ത്രി അനുകൂല നിലപാടെടുത്തപ്പോൾ അത് SFIക്കും വലിയ തിരിച്ചടിയായി മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനം എടുത്തു എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും ആ ഒരു വിഷയത്തിൽ എതിർപ്പുകൾ ഉണ്ടായെങ്കിൽ പോലും വലിയൊരു ചർച്ചയിലേക്ക് അത് നയിക്കപ്പെട്ടില്ല. മന്ത്രിമാരായ P. രാജീവ്, R. ബിന്ദു ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു ധാരണയും രൂപപ്പെട്ടിരുന്നില്ല. കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഇവർ പാർട്ടിയെ അറിയിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഒത്തുതീർപ്പിലെത്തിയ ശേഷമാണ് അറിയിച്ചത്. എന്തായാലും പാർട്ടിയെ വിശ്വാസത്തിലെടുക്കാതെയുള്ള ഒത്തുതീർപ്പാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിലുണ്ടായ കൂട്ടത്തോൽവി, അതിനുശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ CPM എന്തുകൊണ്ട് പിന്തള്ളപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയായിരുന്നു. നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ലെന്നും ഇത് തിരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് വഴിതെളിച്ചുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാർ മുഖത്തോട് മുഖം നോക്കിയതല്ലാതെ ആർക്കും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. തുടർന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 2 മാസത്തിനകം വികസന പദ്ധതികൾ പൂർത്തിയാക്കണം. പദ്ധതികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നും മന്ത്രിമാർ നേരിട്ട് മേൽനോട്ടം വഹിക്കണമെന്നും നിർദ്ദേശം നൽകി. ജില്ലകളിലെ വികസന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനും ചുമതലപ്പെട്ട മന്ത്രിമാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. മാർച്ചിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തദ്ദേശ ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ തീർത്തും വിഷണ്ണനായാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും UDF തൂത്തുവാരുകയായിരുന്നു. BJPയും പലയിടങ്ങളിലും ശക്തിയായി മാറുന്ന കാഴ്ച. LDF അക്ഷരാർത്ഥത്തിൽ ഒരുപാടിടങ്ങളിൽ നേടിയെങ്കിൽ പോലും ആകെ മൊത്തം നോക്കുമ്പോൾ ഒരു തളർച്ച കാണാവുന്നതാണ്. 3ാം പിണറായി സർക്കാർ എന്ന സ്വപ്നം 100% ഫലപ്രാപ്തിയിൽ എത്തുമെന്ന ഉറച്ച വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഫലം അറിയുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാവർക്കും ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അത് നടക്കില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചെടുത്ത് നിൽക്കില്ല, കൈവിട്ടു പോകുന്നോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന തരത്തിലുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് അത്തരത്തിലുള്ള സംശയങ്ങൾ ശക്തമാവുകയാണ്. തീർച്ചയായിട്ടും ഫലം നമ്മൾ കണ്ടതാണ്. ഇതേ വോട്ടർമാർ തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്നത്. എന്താകുമെന്ന ഒരു ആശങ്ക ഇടത് പാളയത്തിൽ ഉയർന്നു കഴിഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും തുടർ ഭരണം സാധ്യമാകുമെന്ന ഉറപ്പ് ഉണ്ടായിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തവണ അതുണ്ടാകുമോ, അമിത ആത്മവിശ്വാസമുണ്ടോ, അത് ഫലത്തിൽ വരുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തനിക്കും തന്റെ സർക്കാരിനും എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ മുഖ്യമന്ത്രി ഉഴലുകയാണ്. എങ്ങനെയാണ് ഇത്രയധികം വോട്ടുകൾ മറിഞ്ഞ് എതിർചേരിയിലേക്ക് പോയതെന്നത് സംബന്ധിച്ച് ഒരു എത്തും പിടിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. BJPയെയും തന്നെയും ചേർത്തുള്ള കോൺഗ്രസിന്റെ ആരോപണങ്ങളും മുഖ്യമന്ത്രിയെ വല്ലാതെ അലട്ടുകയാണ്. മകൾക്കെതിരെയുള്ള കേസുകൾ ഉണ്ടായപ്പോൾ BJP പിണക്കാതെ നിർത്തി. അതൊഴിച്ചാൽ പ്രത്യക്ഷത്തിൽ BJP ബന്ധങ്ങളില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. തദ്ദേശ തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് സർക്കാരിനെ അനുകൂലിച്ച് സംസാരിക്കാൻ മന്ത്രിമാർ തയ്യാറാകാത്തത് മുഖ്യമന്ത്രിയെ അലട്ടുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും സർക്കാരിന് അനുകൂലമായ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. വോട്ടുകൾ മറിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് മന്ത്രിമാർ ഉൾപ്പെടെ ആരും ഒരക്ഷരം മിണ്ടിയില്ല. ഘടകകക്ഷി നേതാക്കളും സർക്കാരിനെയും പിണറായിയെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് സംസാരിച്ചത്, നിലപാട് സ്വീകരിച്ചത്. ഇതിനിടയിൽ മധ്യ തിരുവിതാംകൂറിൽ ആഴത്തിൽ വേരോട്ട
മേൽനോട്ടമുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ UDF-ൽ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളും തകൃതിയായി നടക്കുകയാണ്. CPM-ന്റെ അടിത്തറ ദുർബലപ്പെടുന്നതിന്റെ ഉദാഹരണമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കങ്ങളെ കാണുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രി വെള്ളം കുടിക്കുമ്പോൾ മന്ത്രിമാർ അദ്ദേഹത്തെ സഹായിക്കാൻ എത്താറില്ല. MLA-മാരും മുഖ്യമന്ത്രിക്കെതിരായ നീക്കങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന കാഴ്ച നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ മന്ത്രി റിയാസ് തന്നെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങേണ്ടി വന്നു. അന്ന് റിയാസ് പരസ്യമായി പറഞ്ഞ വാസ്തവങ്ങളിൽ നിന്നും കാര്യമായ യാതൊരു മാറ്റവും ഇന്നും സംഭവിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ പോലും അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്നില്ല എന്ന ആക്ഷേപം നിലവിൽ ശക്തമാണ്. മുഖ്യമന്ത്രി ഉപയോഗിച്ച് നേട്ടം കൊയ്തവർ തന്നെയാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ്. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി വീണു പോകുമെന്ന് കരുതിയവരാണ് പല നേതാക്കളും. എന്നാൽ ഫീനിക്സ് പക്ഷിയെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറന്നുയർന്നത് നമ്മൾ കണ്ടതാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. മാത്രമല്ല, മന്ത്രി PA മുഹമ്മദ് റിയാസ് നടത്തിയ ചില പരാമർശങ്ങൾ അതും വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അതായത് പ്രതിച്ഛായ ഓർത്ത് മന്ത്രിമാർ അഭിപ്രായം പറയാൻ മടിക്കരുതെന്നും മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം പ്രതിരോധിക്കാൻ മന്ത്രിമാർക്ക് ബാധ്യതയുണ്ട് എന്നുമായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പരാമർശം. രണ്ടാം പിണറായി സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ മന്ത്രിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ടായിരുന്നു PA മുഹമ്മദ് റിയാസിന്റെ ഈ ഒരു പ്രതിച്ഛായ പരാമർശം നടത്തിയത്. മന്ത്രിമാർക്ക് അഭിപ്രായ പ്രകടനത്തിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ, വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നതിൽ മന്ത്രിമാർ മടികാട്ടുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കായിരുന്നു റിയാസിന്റെ മറുപടി. LDF മന്ത്രിമാർ എല്ലാവരും സർക്കാർ നിലപാട് ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ ശേഷമായിരുന്നു മന്ത്രിമാർ രാഷ്ട്രീയം പറയേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുഹമ്മദ് റിയാസ് ഓർമ്മിപ്പിച്ചത്. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലും പിന്നീട് MV ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോഴും നൽകിയ നിർദ്ദേശം മന്ത്രിമാർ രാഷ്ട്രീയം സംസാരിക്കണമെന്നാണ്. കൈകാര്യം ചെയ്ത വകുപ്പിനെ കുറിച്ച് മാത്രമല്ല, പൊതുവിഷയങ്ങൾ ളെക്കുറിച്ചും വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സർക്കാരിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും മന്ത്രിമാർ അഭിപ്രായം പറയണമെന്നാണ് പാർട്ടി നിർദ്ദേശമെന്ന് റിയാസ് വ്യക്തമാക്കി. സമീപകാലത്ത് ഉയർന്ന പല വിവാദങ്ങളും മുഖ്യമന്ത്രിയും കുടുംബത്തെയും കേന്ദ്രീകരിച്ചാവുകയും എന്നാൽ ഈ വിഷയങ്ങളിൽ നിലപാട് വിശദീകരിക്കാൻ ഏറെ പേരൊന്നും രംഗത്ത് വരാതിരിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ ഏറെ ശ്രദ്ധേയമാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്പ്രിംഗ്ലർ വിവാദം കത്തി നിന്നപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ തോമസ് ഐസക്, AK ബാലൻ, MM മണി തുടങ്ങി മന്ത്രിസഭയിൽ ഒട്ടുമിക്ക അംഗങ്ങളും രംഗത്തിറങ്ങിയിരുന്നു. മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മ, KK ശൈലജ തുടങ്ങിയവർ വിവിധ വിവാദങ്ങൾ പെട്ടപ്പോഴും മുഖ്യമന്ത്രി തന്നെ ഇവർക്ക് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തിയതാണ്. പക്ഷേ AI ക്യാമറ വിവാദം സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയപ്പോഴും വ്യവസായ മന്ത്രി P രാജീവ് ഒഴികെ മറ്റാരും തന്നെ കാര്യമായൊരു പ്രതികരണം നടത്തിയിരുന്നില്ല. ഘടകകക്ഷി മന്ത്രിമാരെ ഈ വിഷയത്തിൽ മൗനം പാലിച്ചു. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നുവെന്ന അഭിപ്രായം മുഖ്യമന്ത്രിക്കുണ്ട്. അത് അദ്ദേഹം തുറന്നു പറയുന്നില്ലെന്ന് മാത്രമെന്നായിരുന്നു റിയാസിന്റെ പ്രതികരണം. എന്തായാലും നിശബ്ദത പലപ്പോഴും ഒരു പ്രശ്നം വരും. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രശ്നം വന്നാൽ പോലും മറ്റു മന്ത്രിമാരൊന്നും അദ്ദേഹത്തെ അനുകൂലിച്ച് അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തുകയോ ഒരു ഒത്തൊരുമയോടുള്ള ഒരു പ്രതിരോധം തീർക്കലോ ഒന്നുമില്ല എന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുറിമുറുപ്പുണ്ട് എന്നതും ശ്രദ്ധേയം. എന്തിലും അഭിപ്രായം പറഞ്ഞിരുന്ന വ്യക്തിയാണ് MM മണി. പക്ഷെ അദ്ദേഹം പോലും ഇപ്പോൾ ഏറെക്കുറെ നിശബ്ദനാണ്. ഇനി അദ്ദേഹം എന്തെങ്കിലും പ്രതികരിച്ചാൽ തന്നെ ചിലതൊക്കെ വിവാദങ്ങളിലേക്ക് നയിക്കപ്പെടുന്നുമുണ്ട്. എന്തായാലും LDF-ന് അടുത്ത തവണയും അധികാരം നൽകുമോ നൽകില്ല എന്ന് തന്നെ ജനവികാരം ഉയരുന്നു എന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ, എന്താണ് സർക്കാരിന്റെ അടുത്ത നീക്കം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.